അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? അമ്മയുടെ അച്ഛനെയും മോളല്ലേ ഞാൻ. നിനക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ നിന്നെ അറിയിക്കാണ്ട് ഇതിട്ട് കാര്യമില്ലല്ലോ. അമ്മ നോണ പറഞ്ഞല്ലേ അമ്മ? അച്ഛനമ്മയ്ക്കും കുറെ നാള് മക്കളില്ലായിരുന്നു, 5-6 കൊല്ലം. കുറെ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിന്റെ യഥാർത്ഥ അമ്മയ്ക്കും അച്ഛനും സാഹചര്യം കൊണ്ട് നിന്നെ നോക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ ഓർഫനേജിൽ കൊണ്ടാക്കുക എന്നൊക്കെ അറിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു കുഞ്ഞാവുമല്ലോ എന്നുള്ളൊരിതില് നിന്നെ ദത്തെടുത്തയാ. അതിനുശേഷം ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോ ഒരു അത്ഭുതം പോലെ മാളും ഉണ്ടായി. പക്ഷെ മാളുവിനെയും മോളെയും ഇന്ന് വരെ ഞങ്ങൾ രണ്ടായി കണ്ടിട്ടില്ല. ഈ വീട്ടിലല്ലേ അമ്മ ഞാൻ? അച്ഛൻ്റെ അമ്മയുടെയും മോളല്ലേ അമ്മ ഞാൻ? മൂത്ത മോള് മാളുവിൻ്റെ അനിയത്തിയല്ലേ? അമ്മ നോണ പറഞ്ഞല്ലേ? അമ്മ പറ്റിക്കാൻ വേണ്ടി പറയാ, എനിക്കറിയാം. അമ്മ പറ്റിക്കാൻ വേണ്ടി പറയാ. നിന്റെ യഥാർത്ഥ അമ്മ നിന്നെ അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചായിരുന്നു. നിന്നെ കാണണമെന്നും നിന്നെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെയാ പറയണേ. ഈ ഒരു സാഹചര്യത്തിൽ നിന്നോടിത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ മോളെ. കാര്യമുള്ള പക്വതയായി. നീ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ പറഞ്ഞേ. ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വേറെ വഴിയില്ലാത്തോട്ട് പറഞ്ഞ മോളെ. അല്ല അപ്പൊ നോണ പറയാ. എനിക്ക് വേറെ ആരും വേണ്ട. എനിക്ക് അങ്ങനെ ഒരു അമ്മയും വേണ്ട, അച്ഛനും വേണ്ട. എന്റെ അച്ഛനമ്മ എന്നെ ഇത്രയും കാലം വളർത്തി വന്നെങ്കിൽ അച്ഛന്റെ അമ്മയുടെ മോളമ്മ ഞാൻ. അമ്മ നോണ പറഞ്ഞൊന്നും പറമ്മ. ഇന്ന് വരെ മോളോട് അച്ഛനമ്മ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. മോളെ മാളുവിനൊക്കെ കൂടുതൽ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നീ വിഷമിക്കാതിരിക്കേ. നിന്നെ വിഷമിപ്പിക്കാണ്ടി പറഞ്ഞല്ല. നീ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി അറിയിച്ചതേ ഉള്ളൂ. അവര് നാളെ കയറി വരുമ്പോ നീ 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 അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അമ്മ. ഞാൻ വിശ്വസിക്കില്ല. അമ്മ വേണ്ടി പോരുതിനി. ഇനി ഈ കാര്യം ഇവിടെ പറയുന്നത്. അച്ഛനമ്മയുടെ മോള